ഹായ്, ഇന്ന് നല്ലോണം ടെൻഷൻ അടിച്ചിട്ടാണ് ഈ വർക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ കസ്റ്റമറിൻ്റെ സാരി വന്നിട്ട് ക്രീം കളർ ആയിരുന്നു. ക്ലയൻറ്റിൻ്റെ ആവശ്യം ഈ ബ്ലൗസ് ഏത് സാരിയുടെ കൂടെയും ക്രോപ്പ് ടോപ്പോ ആയിട്ടും യൂസ് ചെയ്യണമെന്നാണ്. അപ്പോൾ ബീഡ്സ് സെലക്ട് ചെയ്യുന്നത് എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണമെന്നും ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെഡ് ബീഡ്സ് അധികം ഒന്നും വേണ്ട എന്നും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നല്ലോണം ഒന്ന് ആലോചിച്ചു. ഗോൾഡൻ ആൻറ്റി കളർ ബ്ലാക്കും പിന്നെ അതുപോലെ തന്നെ കുറച്ച് സർദോസിയും ഞാനങ്ങ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഞാൻ ബീഡ്സും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ആൾ എന്നോട് പറഞ്ഞത് സിമ്പിളായിട്ടുള്ള വർക്ക് മതിയെന്നാണ്. അപ്പോൾ ഞാൻ ചെറിയ ബുട്ട ഫ്ലവേഴ്സ് ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കില്ല, ആൾട്ടർനേറ്റീവായിട്ട് കൊടുക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ 2 നെക്കും മാത്രമേ ഫിനിഷ് ചെയ്തിട്ടുള്ളൂ. ഇനി സ്ലീവ് ഉണ്ട്. അപ്പോൾ കുറച്ച് അത് അപ്കമിങ് വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. അതുമാത്രമല്ല, എൻ്റെ കയ്യിൽ ഇതുപോലൊരു ബ്ലാക്ക് മെറ്റീരിയൽ ബ്ലൗസ് പീസ് ഇരിപ്പുണ്ട്. എനിക്ക് ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇടാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ബ്ലാക്കും വൈറ്റും എനിക്ക് അങ്ങനെ അധികം ഇഷ്ടമല്ല. ബ്ലൗസ് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ വർക്ക് കണ്ടപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ എന്ന് എനിക്കിങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കാൻ വയ്യാണ്ടായി. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ ഒരു വർക്ക് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ആ വർക്ക് ചെയ്താലോ എന്നിങ്ങനെ ആലോചനയിലാണ്. തിരക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അപ്കമിങ് വീഡിയോസ് ഇതിൻ്റെ ബാക്കി സ്ലീവ്സ് പിന്നെ ഫുള്ളായിട്ടുള്ളത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ കഴുത്ത് മാത്രമേ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. എങ്കിൽ പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.